നാം അവിടുത്തെ രൂപം നിർമ്മിച്ചു കഴിഞ്ഞു മഹാദേവ. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രേമവും ഭക്തിയും കലർന്ന യാത്ര ആരംഭിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ ഈ യാത്ര അങ്ങയെ പ്രാപ്തമാക്കുന്നത് വരെ തുടരും. ഇത് നമ്മുടെ ദൃഢവിശ്വാസമാണ്. നമുക്ക് നമ്മുടെ സ്നേഹത്താലും ഭക്തിയാലും അങ്ങയെ പ്രാപ്തമാക്കാൻ സാധിക്കും. മുൻപ് നാം അങ്ങയെ ധ്യാനത്തിൽ നിന്ന് പ്രാപ്തമാക്കിയതുപോലെ. ഋതുക്കൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അവിടുന്ന് ധ്യാനം ആരംഭിച്ചതിനു ശേഷം സമ്പൂർണ്ണ കൈലാസവും ഒരു നിർജീവ പർവ്വതമായി മാറിയിരിക്കുന്നു. ഇവിടുത്തെ ഒറ്റപ്പെടൽ, ഇവിടുത്തെ കാറ്റിൽ പോലും ഒരുതരം ഉദാസീനത കലർത്തിയിരിക്കുന്നു. മാതേ, പ്രഭു ഭക്തപ്രിയനാണ്. പ്രഭുവിന് ധ്യാനത്തിൽ നിന്നും കേവലം ഒരു ശബ്ദത്തിന് പുറത്തു കൊണ്ടുവരാനാകൂ. അത് ഭക്തിയുടെ ശബ്ദമാണ് മാതേ. ഇന്ന് മഹാദേവന് ധ്യാനത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ഗിരിജയല്ല, അദ്ദേഹത്തിന്റെ ഭക്ത പാർവതി ഉണർത്തുന്നതാണ്.
ഗിരിജ, ദേവി നമുക്ക് പൂജയും അർച്ചനയും നടത്തേണ്ട ആവശ്യം എന്താണ്? മഹാദേവ, അങ്ങ് സകലരെയും സ്നേഹിക്കുന്നുണ്ട്. വ്യത്യാസങ്ങളില്ലാതെ തന്നെ സ്നേഹത്തിന്റെ സമ്പൂർണതയിലൂടെയാണ് എല്ലാവരും അങ്ങേ പ്രാപ്തമാക്കുന്നത്. സ്നേഹത്തിന്റെ സമ്പൂർണതയിലൂടെ പ്രാപ്തമാക്കാനുള്ള മാർഗമാണ് ഭക്തി. അതുകൊണ്ട് തന്നെ അവിടുത്തെ പാർവതിക്ക് പൂജയും അർച്ചനയും ചെയ്യേണ്ട മാർഗം തിരഞ്ഞെടുക്കേണ്ടി വന്നു. പാർവതി, നമുക്ക് ദേവിയോടുള്ള ബന്ധം സ്നേഹത്തിൻ്റെതല്ല, പിന്നെ എന്താണ് നമ്മോടുള്ള ബന്ധം മഹാദേവ? ശിവന്റെ സ്നേഹം സമ്പൂർണ്ണ പ്രപഞ്ചത്തോടുമാണ്. പക്ഷേ അവിടുത്തെ മഹാദേവന് ദേവിയുടെ അനുരാഗമാണ്. ആ അനുരാഗം നമുക്ക് ദേവിയോട് മാത്രമേ ഉള്ളൂ. ഭക്തി നമ്മെ പ്രാപ്തമാക്കാൻ സാധിക്കാത്തവർക്കുള്ളതാണ്. പക്ഷേ നമ്മെ ദേവിക്ക് സമ്പൂർണ്ണ രൂപത്തിലും പ്രാപ്തമാണ്. നാം ദേവിയുടേതാണ്. മാതാവ് പാർവതി ഭക്തിയുടെ രൂപത്തിൽ പ്രഭുവിനെ വിളിക്കുകയാണ്. പ്രഭുവിന് ഇവിടേക്ക് വരാതിരിക്കാൻ സാധിക്കുന്നതല്ല. പ്രാർത്ഥനയുടെ രൂപത്തിലുള്ള മാതാവിന്റെ ശബ്ദം, ഈ സ്നേഹം നിറഞ്ഞ ശബ്ദം തീർച്ചയായും അദ്ദേഹം കേൾക്കാതിരിക്കില്ല. മാതാവിന്റെ പ്രാർത്ഥന ഒരിക്കലും വ്യർത്ഥമാകില്ല. നമ്മുടെ പ്രഭു തീർച്ചയായും വരും. ഇതിനർത്ഥം നമ്മുടെ മഹാദേവൻ സതിവിയോഗത്തിലുള്ള വിരക്തിയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നു. നാം വേഗം പോകേണ്ടതുണ്ട്.
ഈ ഭൂമി എന്താണ് കുലുങ്ങുന്നത്? ഭൂകമ്പമാണെന്ന് തോന്നുന്നു. ഇതാരുടെ കരങ്ങളാണല്ലോ. ആരോ പാതാളത്തിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. മഹാദേവ, മഹാദേവ, നാം പാതാളത്തിലെ തപസ് പൂർത്തിയാക്കി പുറത്തു വന്നിരിക്കുന്നു മഹാദേവ. ഇത് മഹാദേവന്റെ പരമഭക്തനായ ലഘുലേഷൻ ആണല്ലോ. ഇദ്ദേഹത്തിന് ശിവനെ പുരാതന രൂപം മുതലേ അറിയാവുന്നതാണ്. ഇദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. തീർച്ചയായും ശിവനെ തേടി കണ്ടെത്തുന്നതാണ്. ശിവനെ ഇദ്ദേഹം തേടുകയില്ല. ശിവൻ സ്വയം എത്തുന്നതാണ് തന്റെ പരമഭക്തനെ കാണുന്നതിനായി. എന്താ, നിങ്ങൾ നമ്മുടെ മഹാദേവനെ കണ്ടോ? പറയൂ മഹാദേവ. സമീപത്താരോ മഹാദേവനെ വിളിക്കുന്നുണ്ട്. അവിടെയുണ്ട് മഹാദേവൻ. നാം വരികയാണ് മഹാദേവ. അവിടുത്തെ ലഘുലേശം വന്നിരിക്കുകയാണ് മഹാദേവ. മഹാദേവ, മഹാദേവ, ലഘുലേശം വന്നിരിക്കുകയാണ് മഹാദേവ. ആരാണ് ഈ ഭ്രാന്തൻ? ഇവനെ പുറത്തേക്ക് കൊണ്ടുപോ. മഹാദേവ, മഹാദേവ, വർഷങ്ങളായി അങ്ങൊന്നും കഴിക്കുന്നുണ്ടാവില്ല. നാം അങ്ങേക്ക് ഭക്ഷണം തരുന്നതാണ്. ഇതാ, കഴിച്ചാലും കഴിച്ചാലും. പ്രഭു ഇങ്ങനെയല്ല ഭക്ഷണം കഴിക്കാറ്. നാം ഇങ്ങനെയാണ് ഭക്ഷണം നൽകാറുള്ളത്. നമ്മുടെ മഹാദേവന്റെ ഭക്ഷണ സമയത്ത് വിഘ്നം സൃഷ്ടിക്കാതിരിക്കൂ. ഭക്ഷിച്ചാലും പ്രഭു, ഭക്ഷിച്ചാലും. അല്ല, അവിടുന്ന് കേൾക്കുന്നില്ലേ? എത്ര തവണയായി പറയുന്നു, ദയവായി അവിടുന്ന് ഭക്ഷണം കഴിച്ചാലും. അല്ലെങ്കിൽ അത് ശരിയാവില്ല. നമുക്ക് ക്രോധം വരുന്നുണ്ട്. അവിടുന്ന് കഴിക്കില്ലല്ലേ? നാം അങ്ങേ അനുസരിപ്പിക്കുന്നതാണ്. കഴിക്കൂ. നിർത്തൂ. ഹര ഹര മഹാദേവ. ഇത്ര സരളമായി അങ്ങ് എങ്ങനെയാണ് പ്രസാദിക്കുക മഹാദേവ? അവിടുന്ന് വരാത്തത് എന്താണെന്ന് നമുക്കറിയാം. കാരണം ഇപ്പോൾ നമ്മുടെ ഭക്തി അപൂർണമാണ്. നാം ഇലകൾ ഭക്ഷണമാക്കിയിട്ടില്ല, അപർണയായി മാറിയിട്ടില്ല. ഭക്തിയുടെ പരമമായ അവസ്ഥയാണ് അങ്ങേ പ്രസാദിപ്പിക്കുക മഹാദേവ. നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പ്രേമത്തിന്റെ പരമമായ ആ അവസ്ഥയെ നാം പ്രാപ്തമാക്കുന്നതാണ്. സമർപ്പണത്തിന്റെ സമ്പൂർണ്ണ ഭാവത്തോടു കൂടി തീർച്ചയായും ചെയ്യുന്നതാണ്. ഇപ്പോൾ കാലവും സ്ഥാനവും സ്വരൂപവും
എല്ലാം മാറിയിരിക്കുന്നു പുത്രി. ഇതാ ശിവനല്ല പാർവതി. അതായത് നീ വർഷങ്ങളുടെ തപസ്സിന് ശേഷം സ്വന്തമാക്കിയ ശിവനല്ല ഇത്. ഈ ശിവന്റേത് സാമൂഹിക ജീവിതമാണ്. സാമൂഹിക ഉത്തരവാദിത്തങ്ങൾക്ക് നടുവിലാണ്. സാമൂഹിക രീതികളെ സാമൂഹിക നിയമത്തിലൂടെ മാത്രമേ തകർക്കാനാകൂ. ഇത്തവണ നീ ശിവനെ തപസ്സിലൂടെയല്ല, കൗശലത്തോടെ പ്രാപ്തമാക്കണം. ഇല്ല മാതേ, നാം ആ അപരാധം വീണ്ടും പ്രവർത്തിക്കുന്നതല്ല. അവിടത്തേക്ക് നമ്മുടെ ശിവനെ അറിയില്ല, നമ്മുടെ ശിവന്റെ സ്വഭാവത്തെയും. സാമം, ദാനം, ദണ്ഡം, ഭേദം ഇത്തരം വികാരങ്ങൾ എവിടെയാണോ ജന്മമെടുക്കുന്നത്, നമ്മുടെ മഹാദേവൻ അവിടെ നിന്നും വളരെ ദൂരത്തേക്ക് അകലുന്നതാണ്. അദ്ദേഹത്തിന് നിർമ്മലതയാണ് പ്രിയം, വികാരങ്ങളില്ലാത്ത ഹൃദയങ്ങളാണ് പ്രിയം. അങ്ങനെയാണ് നമ്മുടെ ശിവൻ. എങ്കിൽ നിന്റെ പരാജയം നിശ്ചയമാണ് പുത്രി. മാതേ, നാം ഇപ്പോൾ പറഞ്ഞത് മറന്നേക്കോ. നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ബാലശിവനെ കൈലാസത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ഒരിക്കൽ അദ്ദേഹം അവിടെ എത്തിയാൽ പിന്നെ കണ്ടോളൂ, മഹാദേവൻ നിന്റേതായി മാറും. നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇല്ല മാതേ, നമ്മുടെ അഹങ്കാരവും അജ്ഞാനവും കാരണം നാം മഹാദേവനെ മുൻപേ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ഇനി വീണ്ടും ആ അപരാധം നാം ചെയ്യുന്നതല്ല. നമ്മുടെ അഹങ്കാരത്താലാണ് മഹാദേവൻ കൈലാസത്തിൽ നിന്ന് അകന്നു പോയത്. ഇനി നമ്മുടെ പ്രേമവും നമ്മുടെ ഭക്തിയും അദ്ദേഹത്തെ തിരികെ കൈലാസത്തിലേക്ക് കൊണ്ടുവരും. പുത്രി, ഒരു നവവധുവായ നിന്നെ ദുഃഖം അലട്ടുകയാണ്. അതിനുള്ള പരിഹാരം ഭക്തിയല്ല. നീ നമ്മെ പിന്തുണച്ചാലും ഇല്ലെങ്കിലും നാം ബാലശിവനെ തീർച്ചയായും കൈലാസത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രയത്നിക്കുന്നതാണ്. നിന്റെ ഗൃഹസ്ഥ ജീവിതം തിരികെ ലഭിക്കാതെ ഈ മാതാവിന്റെ ഹൃദയത്തിന് ശാന്തി ലഭിക്കില്ല. ആരാണ് ഈ ഭ്രാന്തൻ? നമ്മുടെ ഭഗവാൻ അപമാനിക്കുകയാണ്. മഹാദേവ, ഇവനെ ഇവിടെ നിന്നും തല്ലി പുറത്താക്കൂ, പുറത്താക്കൂ. വരൂ, പിടിച്ചു മാറ്റൂ. ചെന്ന് പിടിച്ച് പുറത്താക്കൂ. മഹാദേവ, 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 പോകൂ ഇവിടുന്ന്. മഹാദേവ. ഇനി ഒരിക്കൽ കൂടി ഇവിടേക്ക് വരാൻ ശ്രമിച്ചേക്കരുത്, മനസ്സിലായോ? നമ്മെ ആർക്കും അകറ്റാൻ കഴിയില്ല. നമുക്കുടൻ തന്നെ മഹാദേവന്റെ അടുത്ത് പോകേണ്ടതുണ്ട്. നമ്മെ പോകാൻ അനുവദിക്കൂ. ഇവൻ ഇങ്ങനെയൊന്നും അനുസരിക്കില്ല. പോകൂ. മഹാദേവ, നമ്മെ മഹാദേവന്റെ അടുക്കൽ പോകാൻ അനുവദിക്കൂ. സഖി അനസൂയ, സഖി മേന, ഇവിടേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? നിന്റെ പുത്രന്മാർക്കായി പലഹാരങ്ങൾ കൊണ്ടുവന്നതാണ്. പാർവതി സ്വന്തം കരങ്ങളാൽ ഉണ്ടാക്കിയതാണ്.